ഇത്തവണ കൂടി ഞാൻ വരാം. പക്ഷേ എങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? എന്നാ കേട്ടോളി. ആ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ പൂട്ടിക്കിടക്കണ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അതെന്റെ ഒരു പഴയ ചങ്ങായിന്റെ. അത് ഈ ഏറ്റെടുത്ത് നടത്തണം. പാട്ടും കൂത്തൊക്കെ എനിക്ക് ഇഷ്ടാവുമല്ലോ. അപ്പൊ ഇതാണ് മാമ പറഞ്ഞ ഐറ്റം. അല്ല മാമ, ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് എന്റെ സീനല്ല. ഞങ്ങൾ ഈ പറഞ്ഞ റാപ്പ്. അതെ, ആ സ്റ്റുഡിയോന്റെ ഓണർ എന്റെ ചങ്ങായി എന്ന് പറഞ്ഞില്ലേ, ഓനൊരു വക്കീല. ആകെ ഒരേ ഒരു വീക്ക്നെസ്സേ ഓനുള്ളൂ, ലേശം കുടിക്കും. ഉണ്ടാവണേ. ഇതിനകത്തുണ്ടായിരുന്നല്ലോ, ഞാൻ നേരത്തെ കണ്ടെടുത്ത് അടിച്ചോ? ലേശം എന്ന് പറഞ്ഞാ കുറച്ച് കൂടുതലാ. അയ്യോ, ഇതിനകത്ത് മൂന്നെണ്ണം ബാക്കി വെച്ചിട്ട് പോയതല്ലേ. ഇനി ചിലപ്പോ അടിച്ചു തീർത്തിട്ടായിരിക്കും പോയത്. ഓ, ഇന്നാണ് ഒരെണ്ണം അടിക്കാന്ന് വെച്ചാൽ മുടിയാനായിട്ട് ട്രൈ ഡേ. ഒരെണ്ണം അടിക്കാൻ. എക്സ്ക്യൂസ് മീ സർ. ആ ആരാ? ബാ. ഗുഡ് ഡേ. ഹായ്, നൈസ് ടു. സർ, ദിസ് ഈസ് എ സ്മോൾ. എന്താ ഇത്? സർ, ഇവിടെ ഒരു സ്റ്റുഡിയോ സ്പേസ് വാടകയ്ക്ക് കൊടുക്കാനുള്ള പ്ലാൻ എന്ന് കേട്ടു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞാനത് വേണ്ടെന്ന് വെച്ചു. സർ, ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം. ബിക്കോസ് വി ആർ മ്യൂസിക് ബാൻഡ് മൂഞ്ചൻസ്. അവസാനം പേര് പറഞ്ഞ ആവുമോ മൂഞ്ചൻസ്? സർ, ഞങ്ങളത് പൊന്നുപോലെ നോക്കിക്കോളാം സർ. ബിക്കോസ് സാറിന് എന്തായാലും ഇത് വെറുതെ എടുക്കല്ലേ, പിന്നെ സാറിന് ഒരു ജീവിതമാർഗം ആവുക. വെള്ളം അടിച്ചുകൊണ്ട് കമ്മിറ്റ്മെന്റുമായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്താലോ? അയ്യോ വേണ്ട സാർ, ഞങ്ങൾ പകലടിക്കാറില്ല. ഇതല്ലല്ലോ, സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് ഷെയർ ചെയ്താലോ എന്ന്. അപ്പൊ നിങ്ങൾ ഇത് നടത്തുന്നു, വരുമാനം നമ്മൾ ഷെയർ ചെയ്യുന്നു, എന്ത് കിട്ടിയാലും 50-50. എന്താ? ഓക്കെ സർ, ഓക്കെ. ആ, എന്നാ നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം. ഇതുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, എഡിറ്റിംഗ് സ്റ്റുഡിയോ, ലൈറ്റ്സ്, ക്യാമറ, കൺസോൾസ് എല്ലാം ഉണ്ട്. എഡിറ്റിംഗ് സൂട്ട്. എഡിറ്റിംഗ് സൂട്ട് ആയിരുന്നു, ഇപ്പൊ ഞാൻ ഡ്രിങ്കിങ് സൂട്ടായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഈ എന്നെയുള്ള സാറേ എന്നുള്ള വിളി ഉണ്ടല്ലോ, അത് ഉള്ളി നല്ലത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സാറേ എന്നുള്ള വിളിയൊക്കെ നിർത്തിക്കോ. അച്ചായാന്ന് വിളിച്ചോ. എന്തോ ഒരു ബൈക്ക് സിഗ്നൽ വയലേഷൻ നടത്തി കടന്നു പോയിട്ടുണ്ട്. കോളേജാ ഉദ്ദേശം. ആ, വണ്ടി നമ്പർ കറക്റ്റാ അല്ലേടോ? അതെ സാർ. എന്താ സാർ? ജോയിന്റ് ഉണ്ടാ കയ്യില്? അല്ലാന്നില്ല സാർ. ഉറപ്പാണോ? സത്യമായിട്ടില്ല സാർ, ഞാനൊന്നും ഉപയോഗിക്കില്ല. സാറിനെ പറ്റിക്കില്ലല്ലോ? ഇല്ല സാർ. ഉറപ്പല്ലേ? ഉറപ്പായിട്ട്. വെരി ഗുഡ്. അപ്പൊ തന്റെ ധൃതിക്ക് കാരണം ഇതല്ല, വേറെ എന്തൊക്കെയാണ്? സാറില്ല, അപ്പൊ ഒരു 2000 രൂപ അടച്ചിട്ടേ. 2000 രൂപ? അയ്യോ പൈസ ഉണ്ടാവില്ല സാർ. മതി, പക്ഷെ വണ്ടി ഞങ്ങൾ കൊണ്ടുപോകും. ഈ സിഗ്നലും കട്ട് ചെയ്ത് ഇവന്റെ ഒരു ഓട്ടം. സാർ ഒരു മിനിറ്റ്. ഇവനാ പോക്ക് പോവും. ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞ് അമ്മച്ചിയുടെ അടുത്ത് പറയാൻ പോകുമ്പോ ഹായ്, ഓർമ്മയുണ്ടോ ആ ഫാത്തിന്റെ അടുത്ത കല്യാണത്തിന് വെച്ചേണ്ട റാപ്പർ? ഓർമ്മയുണ്ട്. ആസിഫ്. എന്റെ പേരാണ് ആസിഫ്. പിന്നെ റാപ്പേഴ്സിന്റെ ഇടയിൽ ആസ്ബി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കുട്ടിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാ?
ഒരു 1200 bucks കടയിട്ടോ കോപ്സ് പിടിച്ചു. ട്രാഫിക് റൂൾ വയലേഷൻ ആൻഡ് സോറി, എൻ്റെ കയ്യിൽ ഒരു 700 അത് റുപ്പീസ് കുഴപ്പമില്ല. ബാക്കി ഫ്രണ്ടിനോട് ചോദിച്ചു. എൻ്റെ കയ്യില് ബ്ലഡി സൊസൈറ്റി. ഓക്കെ, താങ്ക് യു. അയ്യോ, ഒരു മിനിറ്റ്. നിങ്ങൾ ആ ഫോൺ നമ്പറും തരാൻ പറ്റുമോ? എന്തിന്? അല്ല, ഗൂഗിൾ പേ വഴി പൈസ തിരിച്ചിടാൻ. 9872817685. ഓക്കെ, പേര് അല്ല മാറിപ്പോണ്ടല്ലോ. മരിയ. മറിയ. മരിയ ഫെർണാണ്ടസ്. മറിയ. ഓക്കെ, ഓക്കെ. മറിയ, അന്നത്തെ മർഹബ നൈസായിട്ടോ. ആഹാ, കൊള്ളാലോടാ. സാറ് മറക്കൂലട്ടോ. ഏ? ടെൻഷനും പോയി ചില്ലുമായി. താങ്ക് യു സാർ. കാണുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. സ്റ്റുഡിയോ തിരിച്ചതിനരി ഞാൻ ആ മൊഞ്ചത്തിനെ കണ്ട്. പേര് മറിയ. മറിയ ഫെർണാണ്ടസ്. അപ്പൊ മൊഞ്ചത്തിയല്ല, മാലാകയാ. മറിയ ആസിഫ്. അല്ലെങ്കിൽ വേണ്ട, മറിയ ഹാസ്ബി. അല്ലെങ്കിൽ മറിയ ഹാസ്ബി കടലും. പിന്നെ എന്നെ വെറുതെ കണവണെന്ന് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്. ഞങ്ങൾക്ക് ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഓക്കെ, see you guys, bye. പോയിട്ട് ഇങ്ങോട്ട് തന്നെ വാട്ടോ. എടാ, കല്യാണം വിളിക്കും, വരണം. നമ്മുടെ കോളേജിലെ ഈ വർഷത്തെ നൃത്ത സംഗീത പരിപാടികൾ ഇതോടുകൂടി സമാപിച്ചിരിക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് സ്റ്റുഡൻസ് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾക്കുള്ള ഹായ്. ഞാൻ ഹോസ്റ്റലിൽ പോയിണ്ടായി. അപ്പോഴേ അറിഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണ്ടെന്ന്. ആ. ഞാൻ GPay ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയോ? ആ, കിട്ടി. പിന്നെ ഞാൻ കുറച്ച് മെസ്സേജ് ചെയ്തു, പക്ഷെ അതിനൊന്നും റിപ്ലൈ കണ്ടില്ല. ഞാൻ പരിചയമില്ലാത്ത നമ്പർ നോക്കാറില്ല. വാട്സാപ്പിലൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ GPay ചെയ്തേ. ഇത് കൊറേ ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല, താൻ പതുക്കെ സാവധാനം വായിച്ച് റിപ്ലൈ ചെയ്താൽ മതി. മറിയ ഫാത്തിമേൻ്റെ കൂടെ പഠിച്ചാണോ? അല്ല, അവര് കുറച്ചാൾ ഞങ്ങളുടെ അയൽവാസിയായിരുന്നു. ഓ, അപ്പോൾ ഉള്ള കണക്ഷൻ. അപ്പോ മറിയയുടെ വീട് എവിടെ? താമരശ്ശേരി. ആ, ഓക്കെ. ഇപ്പൊ നമുക്ക് പരിചയമല്ലോ.